ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു. അപ്പം നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് നാളായി. സാരമില്ല, നമുക്ക് ഇന്ന് ഒരു പരിപാടി ഒപ്പിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്ന ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, നല്ലൊരു ചോദ്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആ ചോദ്യം നിങ്ങളെ ഒന്ന് കാണിക്കാം. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഹായ്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ പഠനത്തിലേക്കുള്ള ഇര തേടി പോകുന്നു, പക്ഷികൾ ഇര തേടി പോകുന്ന പോലെ നിങ്ങൾ ആദ്യത്തെ ഇരയെ ഇവിടെ നിന്നും ഭക്ഷിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു സുപ്രഭാതത്തിലേക്ക് കണ്ണും തിരുമിയിരിക്കുന്ന ആൾക്കാരെല്ലാം മുഖം കഴുകി അടിപൊളിയായിട്ട് വന്നതാ ഇവിടെ ഇരുന്ന് ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാം. നമുക്ക് നേരെ എന്ത് ചെയ്യാം? നേരെ നമ്മുടെ ആ ചോദ്യത്തിലേക്ക് അങ്ങ് പോവാം. ഓക്കെ, നോക്കിക്കോ. ഈ ചോദ്യം 2021 നടന്ന, ചരിത്രത്തിൽ ആദ്യമായിട്ട് നടന്ന ഡിഗ്രി പ്രിലിംസിലെ ആദ്യത്തെ സ്റ്റേജിലെ ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ആ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ താഴെ ഒരു വട്ടം ഇടാം. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. നമുക്ക് ഓരോ പ്രസ്താവന പരിശോധിക്കാം. ഒന്നാം പ്രസ്താവന പറയുന്നു, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തു പറയുന്നു? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്തു പറയുന്നു? ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾ എന്തു പറയുന്നു? യോജിക്കുന്നുവോ വിയോജിക്കുന്നുവോ? ഓക്കെ, നല്ലത്, യോജിക്കുന്നു. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഇത് നോക്കാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അത് നമുക്ക് റിസർവിൽ വെക്കാം. ഓക്കെ, നോക്കിയോ. 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യമായിട്ട് ചോദിച്ചത് ഈ പരീക്ഷയ്ക്കാണ്. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്ത് പറയുന്നു? ഓക്കെ, നമുക്ക് അതും റിസർവിൽ വയ്ക്കാം. അവസാനത്തെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, 10 days that shook the world ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഓപ്ഷൻസ് നമുക്കൊന്ന് പരിശോധിക്കാം. 1, 2, 3 ശരി, 1, 2 ശരി, 2, 3 ശരി, ലാസ്റ്റ് 1, 3 ശരി. ഇതിലേതാണ് ശരിയായിട്ട് വരുന്നത്? ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. നിങ്ങൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആൻസർ പറയാനായിട്ട് ഒന്ന് ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും ആ പരീക്ഷ എഴുതിയിട്ടുള്ള ആൾക്കാരായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കുന്ന ആൾക്കാരായിരിക്കും. നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ വരട്ടെ. നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന സമയമാണിത്. നിങ്ങൾ നോക്കുക എന്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാത്തിനും ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. നോക്കിയോ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, സ്റ്റേറ്റ് ജനറലിന് ശേഷം 3ാം എസ്റ്റേറ്റുകാര് അടുത്തുള്ളൊരു ടെന്നീസ് കോർട്ടിൽ ഒത്തുചേർന്ന് ഫ്രാൻസിനൊരു ഭരണഘടന ഉണ്ടാക്കിയിട്ട് മാത്രമേ ഇനി പിരിയുകയുള്ളൂ എന്ന് പറഞ്ഞ് ദൃഢപ്രതിജ്ഞ അല്ലെങ്കിൽ ഭീഷ്മ പ്രതിജ്ഞ ചെയ്ത സ്ഥലമാണ്, അല്ലെങ്കിൽ ആ സംഭവത്തിനെ നമ്മൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നു. സംഗതി ശരിയാണ്. അടുത്തതാ, ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ ആദ്യമായിട്ടിരുന്ന പരീക്ഷ 2021. ഇതൊക്കെ തലതൊട്ടപ്പൻ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമുക്ക് കാണാവുന്ന PSC റേഞ്ചുമായിട്ടുള്ള തലതൊട്ടപ്പൻ, ഡിഗ്രി ലെവലിന്റെ തലതൊട്ടപ്പൻ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ള ചോദ്യമാണിത്. ഓക്കെ, അപ്പോൾ ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്ത് പറയുന്നു? അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതും വളരെ ശരിയാണ്. അടുത്ത് 10 days that shook the world ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തെറ്റാണ്. അത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് വിപ്ലവം? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് വിപ്ലവം? റഷ്യൻ വിപ്ലവം. രാവിലെ തന്നെ ഉറങ്ങിയിരിക്കുന്ന ടീംസ് എല്ലാം ആ കണ്ണൊക്കെ നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ട് ആ മിഴുമിഴാന്നുള്ള കണ്ണൊക്കെ പോയിട്ട് നേരെ നല്ല ഷാർപ്പായിട്ട് നോക്കി പറഞ്ഞാണ് 10 days that shook the world റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് തന്നെ ശരിയായിട്ട് പഠിച്ചു പോവാം. 10 days that shook the world റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? 10 days that shook the world റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് A ആണ്. 1, 2, 3 എന്നിവയാണ് ശരി. ഇവിടെയുമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ പറഞ്ഞ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങളും അവയുടെ വർഷങ്ങളും നമ്മളിപ്പോൾ പഠിച്ചു പോകും. കിട്ടിലായിട്ട് പഠിച്ചു പോകും. ഒരു മടിയും വിചാരിക്കേണ്ട. എത്ര തണുപ്പാണെങ്കിലും എത്ര ഉറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു സമയമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഇത് പഠിച്ചിട്ടേ പോകൂ. ഇത് പഠിച്ചു തീരുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ വിട്ടുകളയുന്ന പരിപാടിയില്ല. 5 AM ക്ലബിനെ വിശ്വസിക്കുന്നവരെ, സൂപ്പർ നോട്ട്സിനെ വിശ്വസിക്കുന്നവരെ, നിങ്ങൾ ഇതിലെ നമുക്ക് നോക്കാം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എൻ്റെ കൺമുമ്പിലുണ്ട്. നമുക്ക് ഓരോന്നും പരിശോധിക്കാം.
ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം. ഫ്രഞ്ച് വിപ്ലവം നടക്കാൻ കാരണം അമേരിക്കൻ വിപ്ലവമാണ്. കാരണം എന്താണ്? ഈ അമേരിക്കൻ വിപ്ലവത്തിൽ ഈ ഫ്രഞ്ച് സർക്കാർ എന്ത് ചെയ്തു? അമേരിക്കക്കാരെ സഹായിച്ചു, ആയുധമായിട്ടും പട്ടാളക്കാരുമായിട്ട് സഹായിച്ചു. അവിടെ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യം ആർക്ക് വന്നോ? ഫ്രഞ്ച് ജനത നേരിടേണ്ടി വന്നു. പട്ടിണിയും ക്ഷാമവും ഒരു ഇതുമില്ല, ഒരു രക്ഷയില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ 1ഉം 2ഉം എസ്റ്റേറ്റുകാര് രാജാവിൻ്റെ പിന്തുണയോടെ എന്ത് ചെയ്യാൻ ശ്രമിച്ചു? പുതിയ നികുതികൾ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതിനുവേണ്ടി 1614 അവസാനത്തെ ഈ സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർത്തത്. നിങ്ങൾക്ക് കാണാം, ഈ 1614 ശേഷം 1789 ഇവരെന്ത് ചെയ്യുന്നത്? ഈ സ്റ്റേറ്റ്സ് ജനറൽ എന്ന് പറയുന്ന ഒരു പ്രഹസന പൊറാട്ട് നാടകം വിളിച്ചു ചേർത്തത്. നിങ്ങൾക്ക് ചരിത്രം വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ അത് വിളിച്ചു ചേർത്ത ലൂയി 16 ലൂയി 16 സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർത്ത എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പൊ സ്റ്റേറ്റ്സ് ജനറലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ്? 1614 ശേഷം ഒരു സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർത്ത രാജാവാണ് ആര്? ലൂയി 16. ലൂയി 14 15 16 വിളിച്ചു ചേർത്തത്. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടെ കൂടിയിരുന്ന ആൾക്കാർ പറയുകയാണ്, ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ടെന്ന് 1ഉം 2ഉം എസ്റ്റേറ്റുകാർ വാദിച്ചു. എങ്ങനെ? ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ടെന്ന് പിന്നെ ബുദ്ധി കൂടിപ്പോയ കുബുദ്ധിമാന്മാര് പറഞ്ഞു. എന്നാൽ ചിന്തിക്കുന്ന ഫ്രഞ്ച് ജനത പറഞ്ഞു ഓരോ വ്യക്തിക്കുമായിരിക്കണം ഓരോ വോട്ടെന്ന് പറഞ്ഞു. ഏകദേശം 600 ചില്ലാൻ ആൾക്കാർ 3ആം എസ്റ്റേറ്റിലും മറ്റേതൊക്കെ നാമാവശേഷമായ പ്രതിനിധികൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം അവർ പറഞ്ഞു ഇല്ല, അത് സാധ്യമല്ല. അവിടെ ഒരു ജനത എന്ത് ചെയ്യുന്നു? ആ ജനത ആദ്യമായിട്ട് ശബ്ദമുയർത്തുകയാണ്. എവിടെ വെച്ച്? ആ സ്റ്റേറ്റ്സ് ജനറൽ അസംബ്ലിയിൽ വെച്ച്, ലൂയി 16 മുന്നിൽ വെച്ച് അവര് പിന്നെ പറയണോ, പറ്റില്ല. ഇത്രയും നാളും അടിമകളെ പോലെ തിതേ തൈലെ ഗബല്ലേ കണ്ട നികുതികളെല്ലാം കൊടുത്തു നിന്ന ആ ജനതയാണ് എന്ത് ചെയ്യുന്നത്? അവർ പറയുന്നു ഇനി പറ്റൂല, ഇനി നമ്മൾ അതിന് കിട്ടൂല. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഫ്രഞ്ച് ജനത അങ്ങോട്ട് മാസ്സാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാസ്കൂളല്ല, മാസ്സാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? അവിടെ നിന്ന് അവർ ഇറങ്ങിപ്പോയി. ആനി ബസന്റെ ഒക്കെ ഇറങ്ങിപ്പോയി ഇറങ്ങി അങ്ങ് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? 1789 ജൂൺ മാസം 20 തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ ഇവരെല്ലാവരും ഒത്തുചേർന്ന് പറഞ്ഞു, ഫ്രാൻസിനൊരു ഭരണഘടന ഉണ്ടാക്കിയല്ലാതെ ഈ യത്നത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല. ഒറ്റ വാക്ക്, ഒറ്റ വർത്താനം, ഇത്രയും പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് ഇവരടുത്ത നീക്കം എന്ന് പറഞ്ഞാൽ ബൂർബൺ രാജവാഴ്ചയുടെ ആ ഒരു അഹങ്കാരത്തിന്റെ അവരുടെ പവറും കാണിക്കുന്നതിന് ഏറ്റവും വലിയ ചിഹ്നമായിരുന്നു ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത്. ബാസ്റ്റിൽ ജയിൽ, ദ ജയിൽ ഓഫ് ബാസ്റ്റിൽ എന്ന് പറയുന്നത്, ബാസ്റ്റിൽ സ്ഥലത്തുള്ള ആ ജയില് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് 1789 ജൂലൈ മാസം 14 വിപ്ലവകാരികൾ എന്ത് ചെയ്തു? ബാസ്റ്റിൻ ജയില് തനി തകർത്തു. അവിടെയുള്ള ആൾക്കാർ അത്ര ഇറക്കി, എല്ലാം കോമൺസ് ആയിരുന്നു. കാരണം 1-2 ആൾക്കാർ എന്തായാലും ജയിലിൽ പോകില്ലല്ലോ. 1-2 എസ്റ്റേറ്റുള്ള പാവപ്പെട്ടവന്മാരെ നെഞ്ചത്തല്ലേ കുതിര. ഇപ്പോഴും അങ്ങനെ, പണ്ടും അങ്ങനെ ഇടിക്കണം, പിടിച്ച് ഇടിച്ച് വേറെ കാര്യം. ശരി, അപ്പോൾ 1789 ജൂലൈ മാസം 14 ബാസ്റ്റിൻ ജയിലിന്റെ തകർച്ചയോടുകൂടി ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ശരി, ഇനിയാണ് ഞാൻ പറയുന്ന 3 നികുതികൾ. തിഥയുണ്ട്, തൈലയുണ്ട്, ഗബല്ലയുണ്ട്. തിഥെ, തൈല, ഗബല്ലെ. തിഥെ, തൈല, ഗബല്ലെ. തിഥെ, തൈല, ഗബല്ലെ. തിഥെ എന്ന് പറയുന്ന നികുതി പുരോഹിതർക്ക് ജനത കൊടുക്കുന്നതാണ്. പുരോഹിതന്മാർക്ക് അല്ലെങ്കിൽ പുരോഹിതവർഗ ക്ലർജീസ്, ഇവരെ നമുക്ക് ഇംഗ്ലീഷിൽ ക്ലർജീസ് എന്ന് വിളിക്കാം. ക്ലർജീസ്, യെസ്, ക്ലർജീസ്. പിന്നെയുള്ള ലോർഡ്സ് നോക്കാം. തിഥെ പുരോഹിതന്മാർക്ക്, ക്ലർജീസിന് സാധാരണ ജനങ്ങൾ കൊടുത്തിരുന്നതാണ് തിഥെ. അതുപോലെ ലോർഡ്സ് പ്രഭുക്കന്മാർക്ക് അല്ലെങ്കിൽ സർക്കാരിന് കൊടുത്തിരുന്നതാണ് തൈലെ. ഉപ്പിനുമേൽ ഗബല്ലെ, ഇനി ഒന്നുകൂടെ പറയാം, ബെനാറ്റിലസ്. നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാം. ബെനാറ്റിലസ് എന്ന് പറഞ്ഞാൽ ഈ മില്ല് ഉപയോഗിക്കുന്നതിന്, കൊടുത്തിരുന്ന നികുതിയാണ് ബെനാറ്റിലസ്. എന്താണ് ബെനാറ്റിലസ്? മറന്നു പോകരുത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? തിഥെ, തൈല, ഗബല്ലെ.
അത് പറഞ്ഞു. എന്തൊക്കെയാണ് തിഥേ എന്ന് പറഞ്ഞാൽ? പുരോഹിതന്മാർക്ക് കൊടുത്തിരുന്ന നികുതി എന്ന് പറഞ്ഞു, തൈലെ സർക്കാരിന് കൊടുത്തിരുന്ന നികുതി എന്ന് പറഞ്ഞു, ഗബലിലെ ഉപ്പ് നികുതി, ബെനാറ്റിലസ് ആണെങ്കിൽ മില്ല് ഉപയോഗിക്കുന്നതിനുള്ള നികുതി. ഓക്കെ, ശരി. 1789 ഓഗസ്റ്റ് മാസം 12-ാം തീയതി ഫ്രാൻസിൽ എന്ത് നടക്കുന്നു? മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നു. 1789 ഓഗസ്റ്റ് മാസം 12 തീയതി മറക്കരുത്, ഒന്നും മറക്കരുത്. എന്താണ് മനുഷ്യാവകാശ പ്രഖ്യാപനം? മറക്കരുത്, ഈ സാധനം മറക്കരുത്. ഈ ഒരൊറ്റ നമ്മുടെ സെഷനിലോടുകൂടി നിങ്ങൾ വിപ്ലവങ്ങൾ ഏകദേശം കവർ ചെയ്യുകയാണ്. കാരണം വിപ്ലവം പഠിക്കേണ്ട രീതിയിലാണ് നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ രീതിയിൽ നിങ്ങൾ വിപ്ലവം പഠിച്ചാൽ വിപ്ലവം നിങ്ങൾക്ക് പെട്ടെന്ന് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കഥ മൊത്തം പഠിക്കേണ്ടി വരും. വാഷിങ്ടൺ വാളും വീശിപ്പോയ കഥ മുതൽ ലൂയി 16-ാമൻ്റെ തലയൊന്ന് തെക്കോട്ടോ വടക്കോട്ടോ കിഴക്കോട്ടോ വീണെന്നുള്ള ഉൾപ്പെടെ പഠിക്കേണ്ടി വരും. ഇതാകുമ്പോൾ എന്താണ് സിമ്പിൾ പരിപാടി. ഇതിൽ പഠിച്ച് നിങ്ങൾ സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാർ ധൈര്യമായിട്ട് നിങ്ങൾ ആ വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ വെട്ടി പോവാം. കോൺഫിഡൻസ്. ഓക്കെ. 1792 മുതൽ 93 കാലം റെയിൻ ഓഫ് ടെറർ അല്ലെങ്കിൽ റോബസ്പിയറിന്റെ കാലം എന്നറിയപ്പെടുന്നു. റെയിൻ ഓഫ് ടെറർ. എന്താണ് റെയിൻ ഓഫ് ടെറർ? മിറാബോ ഡാൻഡെ എന്ന് പറയുന്ന 2 പേര് അവർ ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു ഉപകരണം കണ്ടുപിടിക്കുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു? രാജപക്ഷക്കാരെയെല്ലാം, അവർക്കെതിരെ നിൽക്കുന്നവരെല്ലാം നേരെ അതിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കുന്നു. ക്ലക്ക് 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 ക്ലക്ക്, തല അങ്ങ് വെട്ടി ദൂരെ കളയുന്നു. അതാണ് ഗില്ലറ്റിൻ്റെ അടിയിൽ ചെന്നുകൊണ്ട് ചെയ്യുന്ന കാര്യം. നിങ്ങൾക്കറിയാം, അതായത് മേരി റോളണ്ട് എന്ന് പറയുന്ന ഒരു ആളിനെയും അവിടെ വെച്ച് വധിക്കേണ്ടായി. അപ്പോൾ അവരാണ് പറഞ്ഞത്, സ്വാതന്ത്ര്യം എന്നുള്ളത് ഏറ്റവും വലിയ തമാശയാണെന്ന് പറയുമ്പോൾ തന്നെ നേരെ വയ്ക്കുന്നു ക്ലക്കേ. ആന്റോണിയോ ലാവോസിയർ, അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഗില്ലറ്റിൻ്റെ അടി കൊണ്ട് വധിച്ചു കളഞ്ഞു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ട രസതന്ത്ര ശാസ്ത്രജ്ഞൻ ആരെന്നുള്ള ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ അന്റോൺ ലാവോസിയോ എന്ന് പറയുന്ന ആ ഒരു കെമിസ്റ്റ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ അടി കൊണ്ട് മൂട്ടിക്കൊണ്ട് ക്രാക്ക് ഇതാവും, തല ഫുട്ബോൾ പോലെ തെറിച്ചു പോയി. ഓക്കെ. അതുപോലെ തന്നെ 1792 സെപ്റ്റംബർ കൂട്ടക്കൊലയിൽ നടന്നൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ലൂയി 16-ാമൻ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിൽ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ കഴിവില്ലാത്ത ഒരു ഭരണാധികാരിയായിരുന്നു. തനിക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലത്തെ ഒരാളായിരുന്നു. ഒരു കഴിവില്ല, അത് നമുക്ക് ചരിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മനുഷ്യനൊരു ഭാര്യ ഉണ്ടായിരുന്നു, മേരി ആന്റോയിനറ്റ്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്ത് കേക്ക് വെച്ച് തിന്നൂടെ എന്ന് ചോദിച്ച ഒരു അതിബുദ്ധിമതിയായ ഒരു സ്ത്രീയായിരുന്നു. അതിബുദ്ധിമതിയല്ല, മന്ദബുദ്ധിയായിരുന്നു. കണ്ടാൽ സുന്ദരി പക്ഷേ ബുദ്ധിശൂന്യ എന്ന് ചരിത്രം വിലയെഴുതി, അല്ലെങ്കിൽ ചരിത്രകാരന്മാർ വിലയെഴുതി, അല്ലെങ്കിൽ വിലയിരുത്തിയ, മുദ്രകുത്തിയ ഒരു സ്ത്രീ കഥാപാത്രമാണ് ആര്? മേരി ആന്റോയിനറ്റ് എന്ന് പറയുന്ന ഒരാൾ. ശരി. സെപ്റ്റംബർ കൂട്ടക്കൊലയിലാണ് മേരി ആന്റോയിനറ്റ്, ലൂയി 16-ാമൻ 3 മക്കൾ എല്ലാത്തിനെയും വെട്ടി പിരുത്ത് കളഞ്ഞത്. വെട്ടി കണ്ടം തുണ്ടമാക്കി, തലയൊക്കെ അങ്ങ് പോയി. ദേ ബീഹെഡഡ് ലൂയി 16 ആൻഡ് ഫാമിലി ഇൻ 1792 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? സെപ്റ്റംബർ കൂട്ടക്കൊലയുമായി ബന്ധപ്പെടുത്തി ഞാനിപ്പോൾ പറഞ്ഞ കാര്യം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർമ്മിക്കുക. പിന്നെ സ്പിരിറ്റ് ഓഫ് ലോ എന്താണ്? നിയമത്തിൻ്റെ അന്തസത്ത അല്ലെങ്കിൽ നിയമത്തിൻ്റെ ആത്മാവ് ആരെഴുതി? മോണ്ടസ്ക്യൂ എഴുതി. സോഷ്യൽ കോൺട്രാക്ട് റൂസോ ആണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതി എഴുതിയത്. മോണ്ടസ്ക്യൂ സ്പിരിറ്റ് ഓഫ് ലോ എഴുതി. ആലോചിക്കുക. ശരി, അടുത്ത് നോക്കിയോ. കുറച്ച് വാചകങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. ഇന്ന് പലരുടെയും വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ചിലപ്പോൾ വീഴാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ എല്ലാ കാലവും ഇനി ഒരു 10 തലമുറ വന്നാൽ പോലും വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ നിറയാൻ കെൽപ്പുള്ള ഒരു സാധനമാണെന്ത്? സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. റൂസോ പറഞ്ഞ വരികൾ. ഞാനാണ് രാഷ്ട്രം, ലൂയി 14. ഞാനാണ് രാഷ്ട്രം. കാരണം എന്താണ്? രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം തന്നതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ. അതിനാൽ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞതാണ് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞതാരാണ്? ലൂയി 15. എനിക്ക് ശേഷം പ്രളയം, നല്ലപോലെ പ്രളയം ഉണ്ടായിരുന്നു. ലൂയി 15. ഫ്രാൻസ് തുമ്മിയാൽ പിന്നെ എന്താണ്? യൂറോപ്പിനാകെ ജലദോഷം ബാധിക്കും. അത് മെറ്റേണിക്ക് കളിയാക്കി പറഞ്ഞാണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം ബാധിക്കും. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് എന്നൂടെ മേരിയമ്മച്ചി. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് തിന്നൂടെ. വൈ കാണ്ട് യു ഈറ്റ് കേക്ക്സ് ഇഫ് യു ഡോണ്ട് ഹാവ് ബ്രെഡ് എന്നായിരുന്നു ആ ഉത്തരണിയത്. ഫ്രഞ്ച് ഭാഷയിൽ എങ്ങനെ ചോദിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എനിക്ക് ഫ്രഞ്ച് ഭാഷയിൽ യാതൊരു പ്രാവീണ്യവും ഇല്ല. അറിയാമെന്നുള്ള കാര്യങ്ങൾ വെച്ച് തട്ടിവിടുന്നു എന്ന് മാത്രം. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഉദ്ധരണികൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കുക. എഴുതിയെടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, സംഭവം കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്കും ഇതവിടെ കിടക്കും. ഈ സാധനം എടുത്ത് നോക്കുക. കേട്ട് 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 പോട്ടെ. വിപ്ലവങ്ങൾ നിങ്ങൾ ഇവിടെ തീർക്കുകയാണ്. നിങ്ങൾ ലോക ചരിത്രത്തിലെ 90% കാര്യങ്ങൾ ഇവിടെ തീർക്കണം. പിന്നെ 10% ഒന്നാം ലോകമായതോ രണ്ടാം ലോകമായതോ UN ഇതോടെ ആകുമ്പോൾ തീരെയാണ് പരിപാടി. ഓക്കെ അല്ലേ? അടുത്ത് നമ്മൾ പോകുന്നു ഇംഗ്ലീഷ് വിപ്ലവത്തിലേക്ക്. ഇംഗ്ലീഷ് വിപ്ലവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കാം. ഇംഗ്ലീഷ് വിപ്ലവത്തിനെ പറ്റി പറയുമ്പോൾ ട്യൂഡർ രാജവംശം, സ്റ്റുവർട്ട് രാജവംശം. ട്യൂഡർ രാജവംശമാണ് സ്റ്റുവർട്ടിന് മുമ്പുണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ. ഇവർ 1603 വരെ എവിടെ ഭരിച്ചു? ഇംഗ്ലണ്ട് ഭരിച്ചു. 1603 മുതൽ ഏകദേശം 1688 വരെയുള്ള കാലത്ത് സ്റ്റുവർട്ട് രാജവംശം ഭരിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. ട്യൂഡർ രാജവംശത്തിൻ്റെ ആ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവരെന്താണ്, അവർ പൊതുവേ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ രാജാക്കന്മാരെല്ലാം നിന്നിട്ടുള്ളത്. കാരണം അവർ ആംഗ്ലിക്കൻസ്, പ്യൂരിറ്റൻസ് ആൻഡ് ആംഗ്ലിക്കൻസ്, അതായത് ഇതിൻ്റെ ഒരു ഫുൾ ചരിത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ്യൂരിറ്റൻസ് വേഴ്സസ് ആംഗ്ലിക്കൻസ് എന്നൊരു വലിയൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതവിടെ നിൽക്കട്ടെ, നമ്മുടെ പ്രശ്നം അതല്ല. നമ്മൾ പറയുന്നു പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പറയുന്നതിനേക്കാളും മുമ്പേ ആദ്യമായിട്ടൊരു മനുഷ്യാവകാശ രേഖ ഒപ്പിട്ട രാജാവ് ഒരു ഇംഗ്ലീഷുകാരനാണ്. അതാണ് 1215 ജൂൺ മാസം 15-ാം തീയതി ഒപ്പിട്ട ദി ഗ്രേറ്റ് മാഗ്നാർ കാർട്ട. എന്താണ് മാഗ്നാർ കാർട്ട? ആദ്യമായിട്ട് ഒപ്പിട്ട ഒരു മനുഷ്യാവകാശ രേഖ എന്നറിയപ്പെടുന്നതാണ് എന്ത്, മാഗ്നാർ കാർട്ട എന്ന് പറയുമ്പം. അത് കുപ്രസിദ്ധനായ ജോൺ രാജാവ്, അയാളുടെ രാജവംശമാണ് പ്ലന്റാജനറ്റ്. ഹലോ, ഹായ്, കാര്യങ്ങളൊക്കെ ഒരു മിനിറ്റ്. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയല്ലേ? ഓക്കെ അല്ലേ? കാരണം നമ്മൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് പോകണം, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ശരി. അപ്പോൾ ഈ കാര്യങ്ങൾ നോക്കിയോ. പ്ലന്റാജനറ്റ് രാജവംശം 1215 ജൂൺ 15 മാഗ്നാർ കാർട്ട ഒപ്പിട്ടത് ജോൺ രാജാവ്, കുപ്രസിദ്ധനായ ജോൺ രാജാവ്, മറക്കരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നീട് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പിടുന്നു. രാജാവിന് യുദ്ധം ചെയ്യാൻ വേണ്ടി ആരെ സഹായം വേണം? പാർലമെന്റ് സഹായം വേണം. അപ്പോൾ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് 1628 ആരൊപ്പിടുന്നു? ചാൾസ് ഒന്നാമൻ, മറക്കരുത്, ചാൾസ് 1. ഇപ്പോൾ ഇംഗ്ലണ്ട് ഭരിക്കുന്ന ആൾ ചാൾസ് 3. ഇപ്പോൾ ഇംഗ്ലണ്ട് ഭരിക്കുന്ന ചാൾസ് 3 ഒപ്പിട്ടതൊന്ന്. ശരി, അത് കഴിഞ്ഞിട്ട് 1268 ആ ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം രാജാവ് എന്ത് ചെയ്യുന്നു? 11 വർഷക്കാലം സ്വേച്ഛാധിപതിയായിട്ട് ഭരണം നടത്തുന്നു. 1629 അതായത് പാർലമെന്റിനെ പറ്റിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? സ്വേച്ഛാധിപതിയായിട്ട് 1629 മുതൽ 1640 വരെയുള്ള കാലത്ത് എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഒറ്റയ്ക്ക് ഭരിക്കുന്നു. ഒറ്റയ്ക്കിരുന്ന് തിന്നുന്നു എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഒറ്റയ്ക്ക് ഫ്രാൻസ് ഭരിക്കുന്നു. ശരി, ഇനി ലോങ് പാർലമെന്റ് നടക്കുന്നു 1640 മുതൽ 60 വരെയുള്ള കാലം. ഇതാ നടക്കുന്നു. ലോങ് പാർലമെന്റ് നടക്കുന്ന കാലമാണ് 1640 മുതൽ 1660 വരെയുള്ള കാലമാണ് ഇംഗ്ലണ്ടിൽ ലോങ് പാർലമെന്റ് കാലം എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അതിനകത്ത് ലോങ് പാർലമെന്റ് നടക്കുമ്പോൾ അവിടെ പുതിയൊരാൾ വരുന്നു, ഒലിവർ ക്രോംവെൽ. ഒലിവർ ക്രോംവെലിന്റെ വളരെ വിശ്വസ്തനായ ഒരു സേവകനായിരുന്നു ആര്? തോമസ് പ്രൈഡ് എന്ന് പറയുന്ന വ്യക്തി. ആരാണ്? തോമസ് പ്രൈഡ്. ഒന്നുകൂടെ പറ, തോമസ് പ്രൈഡ്. ഈ തോമസ് പ്രൈഡിന്റെ പരിപാടിയാണ് പ്രൈഡ്സ് പെർജ് ചോദ്യമായി വന്ന പരീക്ഷ 2022 ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1 നടന്നത് ഒക്ടോബർ മാസം 22, ഇൻക്ലൂഡിംഗ് ഡേറ്റ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷയായിരുന്നു. ഈ പരീക്ഷ ഞാനും എഴുതി, അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഞാൻ ഓർത്തിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി, PSCയുടെ ചരിത്രത്തിലാദ്യമായി പ്രൈഡ്സ് പെർജിനെ പറ്റി ചോദ്യം വന്ന പരീക്ഷയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഓക്കെ അല്ലേ? പ്രൈഡ്സ് പെർജ് എന്ന് പറഞ്ഞ രാജപക്ഷക്കാരെല്ലാം അടിച്ചു പുറത്താക്കിയ തോമസിന്റെ നടപടിയാണ് പ്രൈഡ്സ് പെർജ്. ഓക്കെ, തോമസ് പ്രൈഡ്, ഹി വാസ് an official of whom? Official to നമ്മുടെ ഒലിവർ ക്രോംവെൽ. ഹി വാസ് ദി ഒഫീഷ്യൽ ടു ഒലിവർ ക്രോംവെൽ ആൻഡ് ഹി പെർഫോംഡ് പ്രൈഡ്സ് പെർജ്. രാജപക്ഷക്കാരൻ, ദ പീപ്പിൾ ഹു സപ്പോർട്ടഡ് ദ കിങ്, അതാണ് രാജപക്ഷക്കാരെന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്തു? ഹി ഡീഫെനസ്ട്രേറ്റഡ് ദം ഓൾ. ഡീഫെനസ്ട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ത്രോയിങ് ഔട്ട് ഓഫ് വിൻഡോ എന്ന് പറയും. ഡീഫെനസ്ട്രേറ്റഡ്, എൻ്റെ സ്പെല്ലിംഗ് വേണം കാണിച്ചു തരാം. DEFENESTRA, ഡീഫെനസ്ട്രേറ്റഡ്. ഒരു പുതിയൊരു വൊക്കാബാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയിടാം, കുഴപ്പമില്ല. ഡീഫെനസ്ട്രേറ്റ് ചെയ്തു. ഡീഫെനസ്ട്രേറ്റഡ് മീൻസ് ത്രോയിങ് ഔട്ട് ഓഫ് ദ വിൻഡോ എന്ന് പറഞ്ഞാൽ പിന്നെ എടുത്ത് പുറത്ത് കളയുക, ചെവി തൂക്കിയിട്ട് ദൂരെ കളയുക എന്ന് പറഞ്ഞാൽ ഡീഫെനസ്ട്രേറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് ചെയ്തു. അതിനെയാണ് നമ്മൾ
പ്രൈഡ് സ്പർജ് എന്ന് പറയുന്നു. എന്താണ് പ്രൈഡ് സ്പർജ്? ശരി, രാജപക്ഷക്കാരെല്ലാം പുറത്താക്കിയ നടപടിയാണ് പ്രൈഡ് സ്പർജ്. അവിടെ നിൽക്കട്ടെ. ലോങ് പാർലമെന്റ് പറഞ്ഞു 1640 മുതൽ 60 വരെയുള്ള കാലത്ത് നമ്മൾ എന്നറിയപ്പെടുന്നു ലോങ് പാർലമെന്റ് എന്നറിയപ്പെടുന്നു. വെരി ഗുഡ്. നിങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുന്നു, കാണുന്നതിൽ ഒരുപാട് സന്തോഷം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഇത് കഴിഞ്ഞൊരു കാലഘട്ടം വരുമ്പോൾ 1649 രാജ്യദ്രോഹ കുറ്റം ചുമത്തി ചാൾസ് ഒന്നാമൻ എന്ത് ചെയ്യുന്നു? നൈസായിട്ട് തട്ടുന്നു. അപ്പോ ഇംഗ്ലണ്ടില് കൊലപ്പെടുത്തിയ ജനങ്ങളെ പിടിച്ച് വിചാരണ ചെയ്തുകൊണ്ട് തട്ടിയ ഒരു രാജാവാണ് ആരെന്ന് പറയുമ്പോൾ ചാൾസ് ഒന്നാമൻ. അതാണ് ചാൾസ് ഒന്നിന്റെ വധം 1649. മറക്കരുത്. നിങ്ങളിതൊക്കെ പിടിച്ചു പഠിച്ചു, ആവശ്യം വരും. കോമൺവെൽത്ത് കാലഘട്ടം, ഇങ്ങനെ മരിച്ചതോടാണ് കോമൺവെൽത്ത് കാലഘട്ടം പറയുന്നത്. കോമൺവെൽത്ത് കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആര്? ഒലിവർ ക്രോംവെൽ. കോമൺവെൽത്ത് കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിനെ നയിച്ച വ്യക്തിയാണ് ഒലിവർ ക്രോംവെൽ. ഒലിവർ ക്രോംവെല്ലിന്റെ മരണശേഷമാണ് പിന്നീടുള്ള ആൾക്കാർ വരുന്നത്. ഒലിവർ ക്രോംവെല്ലിനോട് പിന്നെ ഈ പറഞ്ഞ ചാൾസിനെ വധിച്ചതിന് ശേഷം പറഞ്ഞു, അങ്ങ് രാജ്യം ഭരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? ഞാൻ രാജ്യം ഭരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ജനങ്ങളുടെ സേവകനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ഈ ഒരു ഓഫറിന് നന്ദി, പക്ഷെ ഞാൻ എന്നും ജനപക്ഷത്തുണ്ടാവും എന്ന് പറഞ്ഞൊരു ജനനായകനായിരുന്നു ആരെന്ന് പറയുന്നത് ഒലിവർ ക്രോംവെൽ എന്ന് ചരിത്രത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് വിഗൻ ടോറി. ചാൾസ് രണ്ടാമൻ ഭരണത്തിൽ വന്നു. പിന്നീട് ചാൾസ് രണ്ടാമൻ ഒന്നിന്റെ മോനാണ്. അപ്പൊ ചാൾസ് രണ്ടാമൻ ഭരണത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്ത് ഉടലെടുത്ത ഒരു സംഘടന വിഗൻ ടോറി എന്ന് പറയും. വിഗൻ ടോറി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടന. അതുപോട്ടെ. അടുത്ത് 1679 കാലത്ത് ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് പറയുന്ന, ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ തൊപ്പിയിൽ പച്ച റിബൺ കെട്ടിയിരുന്ന ഒരു രാഷ്ട്രീയ സംഘടന ഗ്രീൻ റിബൺ ക്ലബ്ബ്. ഇതിനെ കിങ്സ് ഹെഡ് ക്ലബ്ബ് എന്നറിയപ്പെട്ടു. എന്താണ് കിങ്സ് ഹെഡ് ക്ലബ്ബ്? എന്താണ് കിങ്സ് ഹെഡ് ക്ലബ്ബ്? ഗ്രീൻ റിബൺ ക്ലബിന്റെ പഴയ പേരാണ്. കിങ്സ് ഹെഡ് ഭക്ഷണശാലയിൽ വെച്ച് ഒത്തുകൂടിയ രാഷ്ട്രീയ സംഘടന ആയതുകൊണ്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നു ഗ്രീൻ റിബൺ ക്ലബ്ബ്, AKA പച്ച റിബൺ ക്ലബ്ബ് എന്ന് പറയാൻ പറ്റില്ല, കിങ്സ് ഹെഡ് ക്ലബ്ബ്. അത്രേ ഉള്ളൂ. അതാണ് 1689 ബിൽ ഓഫ് റൈറ്റ്സ് ഒപ്പിടും. ബിൽ ഓഫ് റൈറ്റ്സ് ഒപ്പിട്ടതാരെന്ന് ചോദിച്ചാൽ മേരി ദ സെക്കൻഡ് ആൻഡ് വില്യം. Mary II and William were the rulers who signed Bill of Rights in the year of 1689. ചുമ്മാ പറഞ്ഞേ ഉള്ളൂ, നിങ്ങൾ പേടിക്കേണ്ടായിരുന്നില്ല. പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞു. ഇതൊക്കെ ചുമ്മാ പോട്ടെ, ഇതൊക്കെ എന്തെങ്കിലും വേണ്ടേ നമുക്ക്, അതുകൊണ്ടാ. ഓക്കെ, ശരി, നമുക്ക് പോകാം. ഇനിയായിട്ട് നമ്മൾ നോക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും, മിക്ക സംഭവങ്ങളും എല്ലാം കൃത്യമായിട്ട് വിശദീകരിച്ചു തരുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റേ ട്യൂൺഡ്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നു ടീ ആക്ട്, ചായ നികുതി. ചായയുടെ ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട്, തേയിലയുടെ ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് നികുതി. പക്ഷെ അതിനേക്കാൾ മുന്നോടിയായിട്ട് എനിക്ക് ഒരു കാര്യം പറയാണ്ട്, ബോസ്റ്റൺ കൂട്ടക്കൊല. നിങ്ങളിതൊക്കെ കാണുന്നേ പിള്ളേരെ? കാണുന്നുണ്ടെങ്കിൽ കാണുന്നു എന്ന് പറയൂ. 1770 ഒരു സംഭവം നടന്നു, ബോസ്റ്റൺ കൂട്ടക്കൊല. എന്താണ് ബോസ്റ്റൺ കൂട്ടക്കൊല? ബോസ്റ്റൺ കടപ്പുറത്ത് അല്ലെങ്കിൽ ബോസ്റ്റൺ തീരത്ത് സമരം ചെയ്ത സൺസ് ഓഫ് ലിബർട്ടീസ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിന്റെ മക്കൾ, സാമുവൽ ആഡംസ്, ബന്ധപ്പെട്ട ആള് സാമുവൽ ആഡംസിന്റെ സംഘടനയായ സൺസ് ഓഫ് ലിബർട്ടിയിലെ 5 പേരെ ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ച് കൊന്ന വളരെ പൈശാചികമായ ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്ന ബോസ്റ്റൺ കൂട്ടക്കൊല, ദ മാസക്കേർ ഓഫ് ബോസ്റ്റൺ. അതിനുശേഷമാണ് തേയില നികുതി വരുന്നു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? ബോസ്റ്റൺ ടീ പാർട്ടി അടക്കുന്നു. സാമുവൽ ആഡംസ് ഉൾപ്പെടെ എല്ലാവരും റെഡ് ഇന്ത്യൻസിന്റെ വേഷം കെട്ടി പിന്നെ തീരത്ത് കയറി ബോസ്റ്റൺ കടപ്പുറത്ത് വന്ന് അവിടെ ഉണ്ടായിരുന്ന കപ്പലിൽ നിന്ന് 342 തേയിലപ്പെട്ടികൾ എടുത്ത് കടലിൽ കളഞ്ഞ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബോസ്റ്റൺ ടീ പാർട്ടിയുടെ ഭാഗമായിട്ട് ഇവർ ഇറക്കിയ ഒരു സംഗതിയാണ് ഇൻടോളറൻസ് ആക്ട്, അസഹ്യ നിയമം എന്ന് നമ്മൾ പറയുന്നു. അസഹ്യ നിയമം.
അസഹ്യ നിയമം എന്ന് പറയുന്നത് ഇൻടോളറൻസ് ആക്ട്. അത് പിന്നെ അമേരിക്കയെ ശിക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശ്യത്തോടു കൂടിയാണ് ഇൻടോളറൻസ് ആക്ട് ഒക്കെ വരുന്നത്. അവിടെ നിൽക്കട്ടെ. പിന്നീട് സ്റ്റാമ്പ് ആക്ട് വരുന്നു 1765. സ്റ്റാമ്പ് ആക്ട് വരുന്നു 1767. കുറച്ച് നിയമങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ടൗൺഷെൻഡ് നിയമം, ചാൾസ് ടൗൺഷെൻഡ് എന്ന ഒരു ധനകാര്യ ഉദ്യോഗസ്ഥന്റെ പേരിലാണ് ടൗൺഷെൻഡ് നിയമം നമ്മൾ അറിയപ്പെടുന്നത്. 1776 ജൂലൈ മാസം 4-ാം തീയതി അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അമേരിക്കയിൽ നിലനിൽക്കുന്ന പൗരത്വം ആലോചിക്കുക. സ്റ്റേറ്റിനും ഒരു പൗരത്വമുണ്ട്, സെൻട്രലിനും ഒരു പൗരത്വമുണ്ട്. 2 പൗരത്വമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. 50 സംസ്ഥാനങ്ങളുണ്ട്. സ്റ്റാർസ് ആൻഡ് സ്ട്രൈപ്സ്, അതാണ് അമേരിക്കയുടെ ഫ്ലാഗിന്റെ പേര്. 50 നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് ആ ഫ്ലാഗിൽ കാണാം. അലാസ്ക മുതൽ ഇങ്ങറ്റത്തുള്ള റോഡ് ഐലൻഡ് വരെയുള്ള എല്ലാത്തിൻ്റെയും പിന്നെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഓരോ നക്ഷത്രങ്ങൾ ഈ ഒരു ഫ്ലാഗിലുണ്ടെന്ന് ആലോചിച്ചു കൊള്ളുക. അപ്പോൾ ഇൻടോളറൻസ് ആക്ട് മറക്കരുത്. ഈ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വന്നത് 1776 ജൂലൈ മാസം 4-ാം തീയതിയാണെന്നുള്ള പരമമായ സത്യവും ഇതോടുകൂടി മനസ്സിലാക്കിക്കൊള്ളുക. അടുത്തത് കുറച്ച് യുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. അതിലൊന്നാണ് ബങ്കർ യുദ്ധം. ബങ്കർ ഹിൽ യുദ്ധത്തിൽ ആദ്യം ആര് തോറ്റു? നമ്മളെ ജോർജ് വാഷിങ്ടൺ തോറ്റു. ജോർജ് വാഷിങ്ടൺ തോറ്റ യുദ്ധമാണ് ബങ്കർ ഹിൽ യുദ്ധം. പക്ഷേ സറട്ടോഗ യുദ്ധം 2 വർഷത്തിന് ശേഷം അദ്ദേഹം ഫ്രഞ്ചുകാരുടെയൊക്കെ സഹായത്തോടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ യുദ്ധത്തിൽ ജയിക്കുന്നുണ്ട്. പിന്നെ കിങ്സ് മൗണ്ടൻ യുദ്ധം 1780. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട യുദ്ധമാണ് കിങ്സ് മൗണ്ടൻ. കിങ്സ് മൗണ്ടനിൽ വെച്ച് നടന്ന യുദ്ധമായതുകൊണ്ട് ദലാവയർ റിവർ ക്രോസ് ചെയ്ത് പോയി ചെയ്തിരുന്നു. ദലാവയർ എന്ന് പറയുന്ന ഒരു റിവർ ആര് ക്രോസ് ചെയ്തു? നമ്മുടെ ജോർജ് വാഷിങ്ടൺ ക്രോസ് ചെയ്തുകൊണ്ട് പോയി നടത്തിയ യുദ്ധമാണ് കിങ്സ് മൗണ്ടൻ യുദ്ധം. നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ യഥാർത്ഥ ചരിത്രത്തിൽ നിന്ന് ചീന്തിയെടുത്തതാണ്. ഓക്കെ. അടുത്ത യോർക്ക് ടൗൺ യുദ്ധം. ഈ യോർക്ക് ടൗൺ യുദ്ധത്തിലാണ് ആര്? കോൺവാലിസ്, ചാൾസ് കോൺവാലിസ്. നിങ്ങൾക്ക് അറിയാവുന്ന കോൺവാലിസ് തന്നെയാണ്. ആ പുള്ളി മലബാറിലൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം ആരുടെ മുമ്പിൽ തോറ്റു? അദ്ദേഹം ജോർജ് വാഷിങ്ടണിന് മുന്നിൽ തോറ്റ യുദ്ധമാണ് യോർക്ക് ടൗൺ യുദ്ധം. ദ ബാറ്റിൽ ഓഫ് യോർക്ക് ടൗൺ ഇൻ ദ ഇയർ ഓഫ് 1781 വേർ ചാൾസ് കോൺവാലിസ് ഡിഫീറ്റഡ് ടു ആരുടെ മുമ്പിൽ? നമ്മുടെ ജോർജ് വാഷിങ്ടൺ മുമ്പിൽ തോറ്റ യുദ്ധമാണ്. പോട്ടെ. അത് കഴിഞ്ഞ് 1783 ട്രീറ്റി ഓഫ് പാരീസോടുകൂടി എന്ത് ചെയ്യുന്നു? ഇവിടെ അമേരിക്കയുടെ സ്വാതന്ത്ര്യം ആരംഗീകരിക്കുന്നു? ബ്രിട്ടൻ അംഗീകരിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു 6 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അമേരിക്കയിൽ ഒരു ഭരണഘടന നിലവിൽ വരുന്നതാണ്. 1789 ജെയിംസ് മാഡിസൺ ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന പിതാവ്. ആ ഒരു അമേരിക്കൻ ഭരണഘടന 1789 നിലവിൽ വരുന്നു. ഓക്കെ, ശരി. ഇനി അടുത്ത് നമ്മൾ നോക്കാനുള്ളത് നമ്മൾ ത്രീ പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് പറഞ്ഞ പോലെ എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഓക്കെയാണ്, നിങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നു വിശ്വസിക്കുന്നു. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് പറയാം. ആദ്യം കറുപ്പ് യുദ്ധങ്ങൾ. നമ്മൾ ചൈനീസ് വിപ്ലവം പറയുമ്പോൾ കറുപ്പ് യുദ്ധങ്ങൾ. എന്താണ് കറുപ്പ് യുദ്ധം എന്ന് പറയുമ്പോൾ? കറുപ്പ് ഓപ്പിയം എന്തിനു യൂസ് ചെയ്തു? ചൈനീസ് ജനതയുടെ ലഹരിക്കടിമയാക്കി ഇവരുടെ എല്ലാ നയങ്ങളും ഇവരെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിക്കാൻ ബ്രിട്ടൻ ചെയ്ത വളരെ പൈശാചികമായ ഒരു പരിപാടിയായിരുന്നു കറുപ്പ് വ്യാപാരം എന്ന് പറയുന്നത്. അത് അപ്പോൾ ഒന്നാം കറുപ്പ് യുദ്ധം 1839 മുതൽ 1842 വരെ എന്ത് ചെയ്തു? ഒന്നാം കറുപ്പ് യുദ്ധം നടന്നു. 1839 മുതൽ 1842 വരെ ഒന്നാം കറുപ്പ് യുദ്ധം. അത് അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് എന്ത് ഉടമ്പടി? നാങ്കിങ് ഉടമ്പടി. എന്തുടമ്പടി? നാങ്കിങ് ഉടമ്പടി. രണ്ടാം കറുപ്പ് യുദ്ധം 1856 മുതൽ 1860 വരെയുള്ള കാലഘട്ടത്തിൽ രണ്ടാം കറുപ്പ് യുദ്ധം വരുന്നു. 1856 മുതൽ 1860 വരെയുള്ള കാലത്താണ് എന്ത്? രണ്ടാം കറുപ്പ് യുദ്ധം വരുന്നത്, മറക്കരുത്. അടുത്തത് എന്താണ് തുറന്ന വാതിൽ നയം? തുറന്ന വാതിൽ നയം എന്ന് പറഞ്ഞാൽ ചൈനയിൽ എല്ലാ രാജ്യക്കാർക്കും ചെന്ന് വ്യാപാരം നടത്താനുള്ള ഒരു സംഭവമായിരുന്നു തുറന്ന വാതിൽ നയം അല്ലെങ്കിൽ ഓപ്പൺ ഡോർ പോളിസി. ആരാണ്? അന്നത്തെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേ ആണ് തുറന്ന വാതിൽ നയം ചൈനയിൽ നടപ്പിലാക്കിയെന്ന് ഓർക്കുക. അതിനുശേഷം 1900 എന്ത് സംഭവിക്കുന്നു? ബോക്സർ കലാപം വരുന്നു. 1900 ബോക്സർ കലാപം. എന്ത് കലാപം? ബോക്സർ കലാപം വരുന്നു. 1911 ചൈനീസ് വിപ്ലവം നടക്കുന്നത് ആലോചിക്കുക. 1911 ചൈനീസ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാപിതമാകുന്നു. സന്യാസൻ ഒക്കെ വരുന്നുണ്ട്. 1912 സത്യം മനസ്സിലാക്കുക. പിന്നീടാണ് ത്രീ പീപ്പിൾസ് പ്രിൻസിപ്പിൾ. ഓക്കെ, നമ്മുടെ ദേശീയത, സ്വാതന്ത്ര്യം, പിന്നെ സമത്വം എന്നുള്ള കാര്യങ്ങൾ. ദേശീയത, പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യം, സോഷ്യലിസം, ഇതൊക്കെ വരുന്നത് എവിടെയാണ്? ഈ ത്രീ പീപ്പിൾസ് പ്രിൻസിപ്പിളിനകത്താണ് വരുന്നത്. അതുപോലെ തന്നെ
ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1921 ആരുടെ നേതൃത്വത്തിൽ വരുന്നു? മാവോ സേത്തുങ്. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പറഞ്ഞ മാവോയുടെ നേതൃത്വത്തിൽ വരുന്നു. 1934 എന്ത് നടക്കുന്നു? ലോങ് മാർച്ച് നടക്കുന്നു. എത്ര പേരുമായിട്ട്? 12,000 പേരുമായിട്ട് ലോങ് മാർച്ച്. 12,000 പേരുമായിട്ട് ലോങ് മാർച്ച് നടന്നു. 1937 എന്ത് സംഭവിച്ചു? ജപ്പാൻ ചൈനയെ ആക്രമിക്കുന്നു. ഇവിടെ കമ്മ്യൂണിസ്റ്റുകളും കുമിന്താങ്ങുകളും എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് നിന്ന് ജപ്പാനെ തോൽപ്പിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകളും കുമിന്താങ്ങുകളും ഒരുമിച്ച് നിന്ന് ജപ്പാനെ തോൽപ്പിക്കുന്നു. അതും കൂടെ ആലോചിക്കുക. പിന്നെ നാങ്കിങ് 1945 എന്ത്? നാങ്കിങ് പിടിച്ചടക്കുന്നു. ആരൊക്കെ? കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ നാങ്കിങ് പിടിച്ചടക്കുന്നത് 1945 മനസ്സിലാക്കുക. അതുപോലെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വരുന്നത് 1949 ഒക്ടോബർ 1 ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചാണ്. കുറച്ച് സമയം അല്ലേ, നമ്മൾ വളരെ കുറച്ച് സമയം, നിങ്ങളുടെ ഒരു ദിവസത്തിൽ നിന്ന് വളരെ കുറച്ച് സമയം നമ്മൾ ഒരുമിച്ചിരുന്നു. നമ്മൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തു? ഈ കാര്യങ്ങളെല്ലാം നോക്കി. അപ്പോൾ എന്ത് ചെയ്യുക? ഇനി അങ്ങോട്ട് ഈ ഒരു വൈബിൽ തന്നെ എന്ത് ചെയ്യുക? ഇന്നത്തെ ദിവസം മുഴുവൻ നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. നിങ്ങൾക്ക് നല്ലൊരു പഠനകാലം ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സെഷനുമായിട്ട് കാണാം. അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ലക്ഷ്യം നേടുന്നവരെ വിശ്രമമൊക്കെ ശകലം ഒന്ന് കുറയ്ക്കുക. ഓക്കെ, അപ്പം ബൈ, ടേക്ക് കെയർ ഓൾ.